ഈ വീടിൻ്റെ സ്റ്റെയർ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളൊരു കോൺസെപ്റ്റായിരുന്നു കോൺക്രീറ്റ് സ്റ്റെയർ ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ ഒരു മെറ്റൽ സ്റ്റെയർ കേസിലേക്ക് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൽ നമ്മൾ മുഴുവനായിട്ടും GI ഫ്രെയിംസ് അതുപോലെ തന്നെ വുഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഏരിയ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ട്രെഡിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ടീക്ക് വുഡാണ്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലും സെയിം ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രൂ ഫിറ്റ് ചെയ്ത ഒരു പേച്ചസോ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്തു കൂടി തന്നെയാണ് സ്ക്രൂവും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൃത്തികേട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെയിം കാര്യം തന്നെയാണ് ഈ ഒരു ട്രെഡിൻ്റെ കേസിന് വരുന്നത്. ഇതൊക്കെ എല്ലാം ഒറ്റ പലകയായിട്ടുള്ള ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പലക കൂട്ടിച്ചേർത്തിട്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേച്ചസ് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സിംഗിൾ ട്രെഡ് എടുക്കുകയാണെങ്കിൽ ഇത് ഒറ്റ പീസല്ല, ഈ ഒരു ഭാഗം വരെ ഒരു പീസ്, അതിൻ്റെ ബാക്കി ഈ ഒരു ചെറിയ പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് സൈഡ് ഭാഗത്ത് കൂടി നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലൈൻ നമുക്കിവിടെ വിസിബിൾ ആയിട്ട് ഉണ്ടാവും. പക്ഷെ അത് പോളിഷിന് ശേഷം ആ ഒരു പേജസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല.